2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നടത്തുന്ന മുന്നേറ്റത്തിൻ്റെ കണക്കെടുപ്പ് കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി വിവിധ വീഡിയോകളിലൂടെ പങ്കുവച്ചത്. അവസാനമായി നമ്മൾ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയായിരുന്നു. ഇന്ന് എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും ശക്തവും സ്വാധീനവുമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. ഇപ്പോൾ UDFിൻ്റെ കയ്യിൽ തന്നെയാണ് 9 മണ്ഡലങ്ങൾ നിലനിൽക്കുന്നത്. 5 മണ്ഡലങ്ങൾ മാത്രമാണ് 2021 ഇടതുമുന്നണി പിടിച്ചെടുത്തതോടെ UDFിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നത്. കളമശ്ശേരി, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, വൈപ്പിൻ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് CPM കൈക്കലാക്കിയത്. അതിൽ വൈപ്പിൻ ദീർഘകാലമായി CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് വൈപ്പിനിൽ വലിയ തോതിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റ് 4 മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് അത് തിരികെ പിടിച്ച് എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളിൽ 13 പിടിച്ചടക്കുവാൻ കോൺഗ്രസ് UDF ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ വൈപ്പിൻ മണ്ഡലം വെറുതെ വിട്ടുകൊടുക്കാനും ഇവർ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വൈപ്പിൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം UDFും കോൺഗ്രസും അവിടെ നടത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില സീറ്റ് വെച്ച് മാറ്റവും കോൺഗ്രസും മുസ്ലിം ലീഗും ആലോചിക്കുന്നുണ്ട്. കളമശ്ശേരി UDF സ്ഥാനാർത്ഥി ലീഗിൻ്റെ മുതിർന്ന നേതാവായ VK ഇബ്രാഹിം കുഞ്ഞ് ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ തവണ പാലാരിവട്ടം പാലം വിവാദത്തിൽ ഇബ്രാഹിം കുഞ്ഞ് മാറി നിൽക്കുകയും പകരക്കാരനായി മകനെ രംഗത്തിറക്കിയെങ്കിലും CPMലെ P രാജീവ് അവിടെ വിജയിക്കുകയായിരുന്നു. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കളമശ്ശേരി പിടിച്ചെടുക്കാൻ പ്രഗത്ഭനായ ഒരാളെ തന്നെ അവിടെ ഇറക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി എറണാകുളം ജില്ലാ DCC അധ്യക്ഷൻ ജനകീയനായ സാക്ഷാൽ മുഹമ്മദ് ഷിയാസിനെ തന്നെ അവിടെ കളമശ്ശേരിയിൽ മത്സരിപ്പിക്കുവാൻ തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. പകരമായി ലീഗിന് കൊച്ചി മണ്ഡലം വിട്ടു നൽകാനാണ് സാധ്യത. കഴിഞ്ഞ 2 തവണ കൊച്ചി മണ്ഡലം CPMൻ്റെ കയ്യിലാണ്. CPMൻ്റെ KJ മാക്സിയാണ് അവിടെ MLA. CPMൽ 2 ടൈം മാനദണ്ഡം കണക്കിലെടുത്താൽ അടുത്ത തവണ മാക്സി അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഈ അവസരം UDF ഉപയോഗപ്പെടുത്തി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊച്ചിയിൽ അവതരിപ്പിച്ചാൽ ഈ മണ്ഡലവും UDFിൻ്റെ കൂടെ പോരുമെന്നത് ഉറപ്പാണ്. അടുത്തത് കുന്നത്തുനാട് മണ്ഡലമാണ്. UDFിൻ്റെ യുവ നേതാവായ VP സജീന്ദ്രൻ വളരെ കാലം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. എന്നാൽ 2020 ഫാക്ടറും ചില അസ്വാരസ്യങ്ങളുമൊക്കെ കഴിഞ്ഞ തവണ ആയപ്പോൾ ഈ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് കൂടുമാറിപ്പോയ VK ശ്രീനിജൻ CPM സ്വതന്ത്രനായി മത്സരിച്ച് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് ഈ ശ്രീനിജനും 2020യും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ അവിടെ സംഭവിച്ചതും കേരള ജനത മറക്കാൻ വഴിയില്ല. 2020 അവിടെ ഒരു നിർണായക ശക്തി തന്നെയാണ്. ജയപരാജയങ്ങളുടെ തോതളക്കാൻ 2020ക്ക് അവിടെ കഴിയും. VK ശ്രീനിജനുമായി തുറന്ന പോരാട്ടത്തിലേക്ക് 2020 എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ UDF അവിടെ ഒരു മിടുക്കനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഈ കുന്നത്തുനാടും UDFിൻ്റെ കൂടെ പോരുമെന്നത് ഉറപ്പാണ്. കോതമംഗലത്തേക്ക് വന്നാൽ അവിടെ PJ ജോസഫിൻ്റെ അനുയായിയും വിശ്വസ്തനുമായ ഷിബു തെക്കുംപറമ്പായിരുന്നു മത്സരിച്ചിരുന്നത്. ദീർഘകാലമായി PJ ജോസഫ് വിഭാഗത്തിൻ്റെ TU കുരുവിള പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണിത്. എന്നാൽ കഴിഞ്ഞ തവണ PJ ജോസഫിൻ്റെ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ PJ ജോസഫിൻ്റെ തന്നെ മകളുടെ ഭർത്താവ് 2020 സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോതമംഗലത്ത് UDFന് തിരിച്ചടിയായി. എന്നാൽ PJ ജോസഫ് തൻ്റെ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് വന്നിരിക്കുന്നതിനാൽ PJ ജോസഫ് വിഭാഗത്തിന് ഇനിയൊരു ചേരിതിരിവ് അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒന്ന് ആളിപ്പടർന്ന് പിന്നെ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിയ 2020യുടെ പ്രഭാവം കെട്ടടങ്ങിയ നിലയിലായതുകൊണ്ടും വീണ്ടും ഷിബു തെക്കുംപുറത്തിനെ അതല്ല എങ്കിൽ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുമ്പോൾ ഒരു പക്ഷേ മാറ്റി ചിന്തിച്ചാൽ കരുത്തനായ UDFിൻ്റെ മറ്റൊരാളെയോ അവിടെ കളത്തിലിറക്കി കോതമംഗലം തിരികെ പിടിക്കാൻ UDFന് നിഷ്പ്രയാസം കഴിയുമെന്നതാണ് കണക്കുകൂട്ടൽ. പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ്റെ സ്വന്തം തട്ടകമാണ് എറണാകുളം ജില്ല. അവിടുത്തെ തന്നെ മണ്ഡലമാണ് പറവൂർ മണ്ഡലം. അവിടെ നിന്നുമാണ് VD സതീശൻ നിയമസഭയിലേക്ക് എത്തപ്പെട്ടത്. സതീശൻ്റെ സൂക്ഷ്മമായ ഒരു മേൽനോട്ടം എറണാകുളം ജില്ലയ്ക്ക് പ്രത്യേകമുണ്ട്.
ജില്ലയിൽ യു ഡി എഫിൻ്റെ നിലവിലെ സിറ്റിംഗ് സീറ്റുകളിൽ യു ഡി എഫ് എം എൽ എമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ 9 സീറ്റുകളും നിലനിർത്താമെന്ന് യു ഡി എഫിന് ഉറപ്പുണ്ട്. ആകെയുള്ള ഒരാശങ്ക പെരുമ്പാവൂർ സീറ്റിലാണ്. അവിടെ എൽദോസ് കുന്നപ്പള്ളിയാണ് സിറ്റിംഗ് എം എൽ എ. അവിടെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പുതിയ നയമനുസരിച്ച് ഒരു പുതിയ വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനും യു ഡി എഫ് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ട്. മറ്റ് സീറ്റുകളെല്ലാം തന്നെ ജില്ലയിൽ യു ഡി എഫിന് നിലനിർത്താൻ കഴിയുമെന്നത് ഉറപ്പാണ്. പി ടി തോമസിനേക്കാൾ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കര സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിജയിച്ചു വന്നത്. ഇനിയൊരു പക്ഷേ അപകടവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉമാ തോമസ് മത്സരരംഗത്ത് നിന്ന് മാറി നിന്നാൽ പോലും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് എന്ന വനിതാ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. നിലവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു പ്രതിനിധാനം ചെയ്യുന്ന തൃപ്പൂണിത്തുറയിൽ അടുത്ത തവണ മത്സരരംഗത്ത് ബാബു ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത പ്രശസ്ത സിനിമാ സ്റ്റേജ് ആർട്ടിസ്റ്റും സംവിധായകനുമായ രമേഷ് പിഷാരടി ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മാത്യു കുഴൽനാടനുള്ള താരപരിവേഷം ആ മണ്ഡലം നിലനിർത്തുവാൻ സഹായകമാകും. വി ഡി സതീശൻ്റെ പറവൂർ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ, കാരണം വി ഡി സതീശൻ്റെ മണ്ഡലമാണ്. എറണാകുളത്ത് ഒരുപക്ഷേ TJ വിനോദ് മാറി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഹൈബി ഈഡൻ തിരികെ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അങ്കമാലിയിൽ റോജി എം ജോണിനും ആലുവയിൽ അൻവർ സാദത്തിനും പിറവത്ത് അനൂപ് ജേക്കബിനും നിലവിൽ ഒരു തരത്തിലുള്ള വെല്ലുവിളികളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വിജയിച്ച് വരാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഈ അനുകൂല സാഹചര്യങ്ങളിൽ യു ഡി എഫ് തങ്ങളുടെ നില ഭദ്രമാക്കിക്കൊണ്ട് ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 13 സീറ്റിലും വിജയിച്ച് കേരള നിയമസഭയിൽ മന്ത്രിസഭ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകുവാനാണ് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനം. ഒരു തരത്തിലുള്ള വീഴ്ചകളും സംഭവിക്കാതെ പഴുതുകളെല്ലാം അടച്ച് മുന്നോട്ട് കുതിക്കുന്ന ടീം യു ഡി എഫിൻ്റെ വിജയം കേരളത്തിന് അനിവാര്യമാണ്, ജനങ്ങളുടെ ആവശ്യവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.